ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വിൻഡ് ബ്രേക്കറിന്റെ സീസൺ 2 എപ്പിസോഡ് 3 ആണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം തുടർന്ന് കാണാൻ ശ്രമിക്കുക. കാര്യം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണുന്നെങ്കിൽ ഈ വീഡിയോ കുറേ പേർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി ചെറിയ മോട്ടീവ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കണ്ടുപോകാൻ ശ്രമിക്കുക. കാര്യം എൻ്റെ അടുത്ത 20K സബ്സ്ക്രൈബേഴ്സ് ആണ്. അത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് സ്ട്രൈക്ക് ആൻഡ് ത്രോ ഇറ്റ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ ഫ്യൂരനിലത്തെ എല്ലാ പയ്യന്മാരെ നോക്കി നാഗറ്റോ കരയുന്ന കാണിക്കുകയാണ്. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ നാഗറ്റോ നമ്മളുടെ ഹാൻഡ്സേക്ക് മെസ്സേജ് നടന്നു പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് സ്ട്രീറ്റിൽ ഒരുത്തനായിട്ട് കുറെ എണ്ണം ചേർന്ന് ബുള്ളിങ് ചെയ്യാൻ കാണുകയാണ്. അപ്പോഴാ കൊച്ചെറുക്കന്നെ അത്രയും പേര് ബുള്ളിങ് ചെയ്യാൻ കണ്ടപ്പോൾ നാഗറ്റോയ്ക്ക് ഒരു കാര്യം ഓർമ്മയാണ്. കാര്യം മുമ്പ് നാഗറ്റിന് ഇതുപോലെ കുറെ പേര് ബുള്ളിങ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ആൻസി ഒന്നാണ് രക്ഷപ്പെടുത്തിയത്. അപ്പൊ ആൻസി ഒന്നും ചിന്തിച്ചില്ല, ഡേ അവനെ വെറുതെ വിട് എന്ന് പറയുമ്പോൾ തന്നെ തൊട്ടടുത്ത ഷോട്ടിൽ ആൻസർ ഇട്ട് അവനെ വാരുകയാണ്. പെട്ടെന്ന് തന്നെ ഒരുത്ത വന്നതിന് ശേഷം പറയണ, ഡേ അവനെ വെറുതെ വിട്, അവനെനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആരും തിരിഞ്ഞു നോക്കുമ്പോൾ കീഴിലെത്താൻ മറ്റേ ലീഡറാണ് വന്നിരിക്കുന്നത് അവിടെ നെറ്റോറിയോട് വന്നതിന് ശേഷം സ്ട്രീറ്റിലെത്താൻ മൊത്തം പയ്യന്മാരെ അടിച്ച് നോക്കൗട്ട് അടിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നാഗറ്റോ നോക്കി നിൽക്കുകയാണ്, ഇവൻ ഇവത്തെ സ്ട്രോങ്ങർ. അവിടുന്ന് കട്ടിയത് നാഗറ്റോ രക്ഷയെ നോക്കി ആ ചെറുക്കനാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ടാങ്ക് പറഞ്ഞതിന് ശേഷം. അപ്പോഴെങ്കിൽ നാഗറ്റോ ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയാണ്, നെറ്റോറിയുടെ അടുത്ത് പറയാണ്, നീ ഭയങ്കര സ്ട്രോങ്ങർ ആണ്. അപ്പോഴെങ്കിൽ നെറ്റോറി അവരുടെ അടുത്ത് പറയാണ്, എടാ നീ സ്ട്രോങ്ങർ തന്നെയാണ്. അപ്പോഴെങ്കിൽ നാഗറ്റോ പറയണം, ഇല്ല ഞാൻ ഭയങ്കര വീക്കറാണ്. അപ്പോഴെങ്കിൽ നെറ്റോറി പറയാണ്, ഇല്ല വീക്കേഴ്സ് ഭയങ്കര സ്ട്രോങ്ങർ ആണ്. കാര്യം വീക്കിൽ നിന്നാണ് മിക്കവരും സ്ട്രോങ്ങേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. എടാ പിന്നെ ഞാൻ നിന്നെ പോലത്തെ ബ്രേവ് ആയിട്ടുള്ള കുറെ പേര് നോക്കി നടപ്പുണ്ട്. ഞാൻ ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ റിക്രൂട്ട്മെന്റ് ഉണ്ട്, നീ വരുന്നോടാ എന്ന് നെറ്റോറിനെ അവനെ വിളിക്കുകയാണ്. അപ്പൊ നാഗറ്റോ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങളുടെ ടീമിലോട്ട് ഞാൻ വരാം. തൊട്ടടുത്ത ഷോട്ടിൽ കീഴിലെത്ത് ആ ഒരു ബേസിലോട്ട് നാഗറ്റോ പോവുകയാണ്. അപ്പൊ നാഗറ്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി കീഴിലെത്ത് ലീഡർ ആയിട്ടുള്ള നെറ്റോരി അവിടെ വരികയാണ്. ആടാ വെൽക്കം വെൽക്കം, എന്റെ പേര് നെറ്റോരി എന്നാണ്, പിന്നെ ഞാനാണ് ഈ കീഴിലെത്ത് ലീഡർ എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നെറ്റോരി അവനെ തന്നെ. അപ്പൊ നാഗറ്റോ ആലോചിക്കുകയാണ്, ഓ ഇവനാണല്ലേ ലീഡർ, അപ്പൊ ഇവൻ ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കും എന്നും പറഞ്ഞ് ആ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ആ കീഴിലകത്ത് ഒരുത്തനെ ഇട്ട് ഒരുത്തൻ ഇടിക്കുകയാണ്. എന്ത് നിനക്ക് കീഴിൽ നിന്ന് ഇറങ്ങണമെന്നാണോ, നീ ഇറങ്ങിയ പോലെ തന്നെയാടാ എന്നും പറഞ്ഞിട്ടാണ് അവൻ ഇടിക്കുന്നത്. അപ്പോഴാണെങ്കിൽ നാഗറ്റോ ലീഡറിനോട് പറയാണ്, അല്ല അവനെന്തിനാ ഇടിക്കുന്ന. അപ്പോഴാണെങ്കിൽ നെറ്റോറി പറയാണ്, അടാ എനിക്ക് തോന്നുന്നു ആ ചെറുക്കന് നമ്മുടെ ടീമിൽ നിന്ന് ഇറങ്ങണമെന്ന്. അല്ല അപ്പൊ ബോസ് പോയിട്ട് അവനെ തടയുന്നില്ലേ എന്ന് പറയുമ്പോൾ തന്നെ നെറ്റോരി അവന്റെ മോന്തയ്ക്ക് ഒരു പഞ്ച് കൊടുക്കുകയാണ്. അവ എന്താ അവനെ നോക്കുമ്പോഴാണ് കീഴിലത്തെ ലീഡർ അവൻ്റെ അടുത്ത് പറയുന്നത്, നിന്നെ പോലത്തെ വീക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്, അതാണ് നിന്റെ ടീമിലോട്ട് റിക്രൂട്ട് ചെയ്തത് എന്ന് ഭയങ്കര ക്രൂവലായിട്ട് നെറ്റോരി നാഗറ്റോന്റെ അടുത്ത് പറയാണ്. വന്നേക്കുന്ന ഒരു ചെകുത്താന്റെ കോട്ടയാണ്, നിനക്ക് ഇനി തിരിച്ചു പോക്കില്ല എന്ന് നെറ്റോരി അവൻ്റെ അടുത്ത് പറയാണ്. എന്നും പറഞ്ഞ നെറ്റോരി കീഴിലത്തെ ആ ഒരു എൻട്രി ടു എക്സിറ്റ് ഡോർ അടയ്ക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പം നാഗറ്റോ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊത്ത് തന്നെ ആ പൈസ അതിൻ്റെ അത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അവൻ ഭയങ്കര ബുള്ളി ചെയ്തിട്ടാണ് പൈസ വാങ്ങിച്ചോണ്ട് പോകുന്നത് അവൻ്റെ കയ്യിൽ നിന്ന്. എന്ന് വെച്ചാൽ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അവൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പൈസയാണെങ്കിൽ അവിടെ അയക്കുന്ന കീഴിലത്തെ ഒരുത്തനാണെങ്കിൽ ഭയങ്കര ബ്രൂട്ടലി ഒന്നും ചെയ്യാത്ത അവനെ അടിച്ചിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഡെയിലി അവന് പൈസ പേ ചെയ്ത് കൊടുക്കണം. നീ തരുന്ന ഓരോ 1000 യെന്നിനും ഓരോരോ പഞ്ചോതം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുതരുന്ന പൈസയ്ക്കും കൊണ്ടുതരാതിരിക്കുന്ന കടത്തിനുമൊക്കെ വെച്ചിട്ട് കീഴിലത്ത് അവനാണെങ്കിൽ നാഗറ്റിനെ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് ആകെ തകർന്ന് സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുന്ന നാഗറ്റോ കാണിക്കുന്നത്. നാഗറ്റോ ആണെങ്കിൽ അറിയാതെ വന്ന് കീഴിൽ ചെന്ന് ചേരുകയും ചെയ്തു. ഇനിയും അവിടെ നിന്ന് ഇറങ്ങാനും പറ്റില്ല, മൊത്തത്തിൽ പെട്ടു, കരുന്ന പൈസ മൊത്തം ഒരുത്തന് കൊടുക്കണം, ഇനിയും പൈസ വേണം എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് അവന് ഫ്രണ്ടിൽ കൂടെ ഒരു ലേഡി നടന്നു വരുന്നത്. ആ ലേഡിന്റെ കയ്യിൽ ഒരു വാലറ്റ് ബാഗ് ഉണ്ട്. അപ്പോഴാണെങ്കിൽ അവ ഒന്നും ആലോചിച്ചില്ല, ആ ലേഡിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് ഓടുകയാണ്. അപ്പോൾ ഈ ഒരു സീനാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിടുന്ന സീന്. ഈ സീനിൽ കൂടെയാണ് ആൻസൈ അവനെ കാണുന്നത്. അപ്പോൾ ആൻസൈ പറയുന്നുണ്ട്, അതേ നാഗറ്റോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അന്ന് നിന്നെ രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു. അവിടെ നിന്ന് കാട്ടിയത് ഒരു സീൻ കാണിക്കുകയാണ്. ഇപ്പൊ നാഗറ്റോ കീഴിലാണെന്ന് പറഞ്ഞ ആൻസൈ ആണെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കീഴിലത്ത് ആ ഒരു ബേസിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെ ഇട്ട് കുറെ എണ്ണം അടിക്കുകയായിരുന്നു നാഗറ്റോനെ. പക്ഷെ ആൻസൈക്ക് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് കാട്ടിയത് നാഗറ്റോ പറയാണ്, അതെ ഞാൻ ഭയങ്കര വീക്ക് തന്നെയാണ്, എന്റെ ജീവിതം തന്നെ വെറും പാഴാണ്, എന്നെ കൊണ്ട് സ്ട്രോങ്ങറും അല്ല, ഞാൻ ഭയങ്കര വേസ്റ്റ് ആണ് എന്ന് പറയാണ് അവൻ്റെ അടുത്ത്. അങ്ങനെ പറയരുത് നാഗറ്റോ, നിനക്ക് ഒരുപാട് കഴിവ് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇപ്പൊ ഫ്ലാഷ് ബാക്കിൽ നാഗറ്റോയും പിന്നെ മറ്റേ പെൺകുട്ടിയും ആൻസി തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ആൻസി അറിയാതെ നാഗറ്റോ തള്ളുകയാണ്. അപ്പൊ നാഗറ്റോന്റെ കാലുകൊണ്ട് നല്ല രക്തം വരികയാണ്. ഇത് കണ്ട് അവരുണ്ട് ആ പെൺകുട്ടിയും ആൻസി നല്ല രീതിയിൽ പേടിക്കുകയാണ്. അപ്പോഴെങ്കിലും നാഗറ്റോ പറയുന്നുണ്ട്, ഇല്ലടാ എനിക്കൊരു കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ മുറിവല്ലേ, അന്ന് ചെറുപ്പത്തിൽ നമ്മൾ രണ്ടുപേരും നെട്ടിപ്പോയി, കാര്യം നിനക്ക് അത്ര വലിയ പെയിനൊക്കെ നീ നിസ്സാരം പോലെ ഒന്ന് കാണിച്ചു തന്നു, നമുക്ക് വേദനകളെല്ലാം വെറും പുല്ലെന്ന് നീ തെളിച്ച് കാണിച്ചു തന്നു. അതിനെ കാണിച്ച ആ ഒരു നാഗറ്റോ ആണോ ഇപ്പോഴത്തെ നാഗറ്റോ? ശരിക്കും പറഞ്ഞാൽ നീ വേസ്റ്റ് അല്ല, നീ സ്ട്രോങ് ആണ്, എന്നെക്കാട്ടി സ്ട്രോങ്ങർ ആണ്, വേദനയൊക്കെ വെറും പുല്ലെന്ന് കാണിച്ചെന്ന ഒരു വലിയ വീരനാണ് നീ. അപ്പോൾ നാഗറ്റോ ആൻസയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ടിയത് നീറ ഇപ്പൊ കണ്ണുറങ്ങും കീഴിലത്തെ പയ്യന്മാർ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ നടന്നു പോകുന്ന കാണുകയാണ്. അല്ല എല്ലാം കഴിഞ്ഞു. അപ്പോഴാണെങ്കിൽ നമ്മൾ ഓറഞ്ച് ഇട്ട് പറയാണ്, അതേടാ എല്ലാം കഴിഞ്ഞു, നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയില്ലേടാ നീ. അപ്പൊ നീറയുടെ അടുത്ത് മേറ്റ്സുകയും പിന്നെ എല്ലാവരും ഒന്ന് സംസാരിക്കുന്നുണ്ട്. നീറേ നീ ചെയ്തത് ഒരു ചെറിയ കാര്യമില്ല, ഒരു വലിയ കാര്യമാണ്. ഇന്ന് രാവിലെ കീഴിലത്തെ ബേസിൽ പോയപ്പോൾ തന്നെ നീ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നില്ലേ, അത് പിന്നെയാണ് എല്ലാവർക്കും മനസ്സിലായത് നീ സീനിയേഴ്സിനെ വിളിച്ചതെന്ന്. നീ സീനിയേഴ്സിനെ വിളിച്ചുകൊണ്ട് തന്നെ
സാക്കുറയ്ക്ക് ഒരു വലിയ ഹെൽപ്പ് തന്നെയായിരുന്നു. അല്ല അപ്പോൾ സാക്കുറ എവിടെ എന്ന് പറയുമ്പോഴാണ് നമ്മളെ ഓറഞ്ചായിട്ട് പറയുന്നത് അവൻ തൊട്ട് പിറകെയുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സാക്കുറ വളരെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന കാണുകയാണ്. അപ്പോൾ നീറെ പെട്ടെന്ന് തിരിഞ്ഞ ശേഷം സാക്കുറ വിളിക്കുകയാണ്, സാക്കുറ നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്തില്ലേടാ, എനിക്കറിയാം നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് സാക്കുറയ്ക്ക് നീറെ മറ്റേ ഇടി കൊണ്ട് തളർന്ന ആ ഒരു സീൻ ഓർമ്മ വരികയാണ്. ഇല്ല, ഞാൻ അതുവരെ ഒന്നും ചെയ്തില്ല, ഞാൻ ചെയ്തത് ഏറ്റവും വലിയ പൊട്ടത്തരമാണ്, ഞാൻ ചെയ്തതാണ് ലോകത്ത് വെച്ച ഏറ്റവും വലിയ പൊട്ടത്തരം. സിമ്പിളായി തീർക്കേണ്ട പ്രശ്നത്തിനെ വലിയ പ്രശ്നമാക്കി സീനിയേഴ്സിനെ ഇൻവോൾവ് ആക്കി നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഇഞ്ചുറീസ് ഉണ്ടാക്കി തലവേദന ഉണ്ടാക്കി അത്ര വലിയൊരു പൊട്ടത്തരം കാണിച്ച ഒരു പൊട്ടനാണ് ഞാൻ. ഒരു ലീഡറായി നിൽക്കേണ്ട യോഗ്യതയില്ലാത്ത ഒരു പൊട്ടൻ, നേരൊരു പ്ലാൻ നടത്താൻ ആരോടാത്ത ഒരു പൊട്ടൻ, എന്നടുത്ത് ഒരു വലിയൊരു പൊട്ടനാണ് ഞാൻ. എടാ നീ എന്താടാ പറയുന്നേ, നീ ഒറ്റടുത്ത് ഉള്ളതുകൊണ്ടാണ് ഇവൻ ജീവനോടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്ന് ആൻസൈ സാക്കുറിന്റെ അടുത്ത് പറയാണ്. എടാ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരുടെ പേരിലും കുറ്റം ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് സാക്കുറിനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങിയാണ്. ഒരു ടീം ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു ലീഡർ മതി. അയാൾ സ്ട്രോങ് അല്ലെങ്കിലും കുഴപ്പമില്ല, ഒട്ടും പവർഫുൾ അല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവന്റെ ബുദ്ധി അതാണ് പവർഫുൾ. അവന്റെ ഒരു വാക്ക് അത്രയ്ക്ക് വിശ്വാസമായിരിക്കണം ആ ടീമിലത്തെ എല്ലാ മെമ്പേഴ്സിനും, അതുപോലത്തെ ഒരു പവർ ഉണ്ടെന്ന് നിനക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സാക്കുറിനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങിയാണ്. എന്നാൽ പിന്നെ നിന്റെ പേര് മാത്രമല്ല കുറ്റം, ഈ ടീമിലുള്ള എല്ലാവരുടെ പേരിലും കുറ്റമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പറയുകയാണ്. അപ്പൊ നീറെ പറയാണ്, എടാ ഒരിക്കലും നടന്നു പോകാൻ പാടില്ല, നമ്മളൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണ്, നമ്മളൊക്കെ നിന്റെ കൂടെ എപ്പോഴും കാണും, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു മോശപ്പെട്ട വ്യക്തിയല്ല നീ, നിന്റെ ഉള്ളിൽ നീ പോലും വിചാരിക്കാത്ത ഒരു വലിയ പവർ സോഴ്സ് ഉണ്ട്, അത് നീ അറിയാതൊരു സമയം വരും എന്ന് നീറെ അവൻ്റെ അടുത്ത് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സാക്ക് ഒരു ദിവസം ഒന്ന് കൂൾ ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ സാക്കുറ അവരെ മനസ്സിലാലോചിക്കുകയാണ്, എന്താണ് ഈ ഫീലിങ്സ്, ഇന്ന് നല്ല ഫീലിങ്സ് ആണല്ലോ എന്ന് പറഞ്ഞ് സാക്കുറ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഓക്കെ ആവുന്നുണ്ട് ഇത്ര പേര് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ടത് ക്യാൻജി രണ്ടുപേരും പറയാണ്, എടാ ക്യാൻജി നിനക്ക് ഓർമ്മയുണ്ടോടാ ഇതുപോലെ ആയിരുന്നു നമ്മളും, നീ ഇതൊക്കെ പോലെ ആയിരുന്നടാ, പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ അന്നത്തെ നമ്മളെ മെയിൻ ലീഡർ അങ്ങനെ ഒരു നീ പേടിപ്പിച്ച് പറഞ്ഞല്ലോടാ. അപ്പോഴാണെങ്കിൽ ക്യാൻജി പറയുന്നുണ്ട്, അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്, അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ പോലെ ആവുന്നുണ്ട്. അതിരിക്കട്ടെ ആ ടീമിനെ പറ്റി നീ എന്താണ് പറയുന്നത്. അപ്പോഴെങ്കിൽ അവന്റെ കൂടെ നിൽക്കുന്ന ഒരുത്താൻ പറയുന്നുണ്ട്, അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ ചോറിയൻ എങ്ങനെയാണ് അത്രയും വലിയ ടീം അത്ര വലിയ ആൾക്കാരെ കൺട്രോൾ ചെയ്തതെന്ന്. എന്തായാലും പ്രശ്നം അതോടെ കഴിഞ്ഞില്ലേ. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ബൂഫ്രണ്ടിലത്തെ പയ്യന്മാരെ ചേർന്ന ശേഷം ഒരു റെസ്റ്റോറന്റിൽ പോയിരിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട് ഇവിടെയാണ് ഉമ്മമ്മയെ വരാൻ പറഞ്ഞത്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ചില്ലിങ് ചെയ്തോണ്ടിരിക്കുന്ന ഉമ്മമ്മയെ കാണിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ഉമ്മമ്മയുടെ ഫ്രണ്ടില് മറ്റേ 3 പേര് മാത്രം വന്നിരിക്കുകയാണ്. ഇപ്പൊ നെഗറ്റീവ് ആൻസി ഉമ്മമ്മയുടെ ഫ്രണ്ടിൽ തല കുനിച്ചതിന് ശേഷം പറയാണ്, സോറി ഉമ്മമ്മയ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചതിന്, ബൂഫ്രണ്ടിലത്തെ പയ്യന്മാരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതിന്. അപ്പോഴാണെങ്കിൽ ആ കടക്കാരനാണെങ്കിൽ അവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഉമ്മമ്മയെ അവരോട് പറയാണ്, അത് കുഴപ്പമില്ലടാ, ബൂഫ്രണ്ടില് ഒരാൾക്ക് പ്രശ്നമെങ്കിൽ ബൂഫ്രണ്ടിലത്തെ മൊത്തം പയ്യന്മാരെന്തിക്കണം, ഫ്യൂറിലത്തെ പയ്യന്മാരെ പവർ കാണിച്ചു കൊടുക്കണം, അതിലൊരു കുഴപ്പമില്ല. അപ്പൊ നെഗറ്റീവ് പറയാണ്, അല്ല എന്നാലും ഞാനല്ലേ ഇത്ര വരുത്തി വെച്ചാൽ. അപ്പൊ ഉമ്മയെ കുറച്ച് ഫുഡ് എടുത്തതിന് ശേഷം നെഗറ്റീവ് കൊടുത്തതിന് ശേഷം പറയാണ്, എടാ കഴിയടാ അങ്ങോട്ട്. അപ്പൊ നെഗറ്റീവും അതിന് ഫുഡ് എടുത്ത് കഴിച്ചതിന് ശേഷം കരയാൻ തുടങ്ങിയാണ്. കാര്യം എന്താ വെച്ചാൽ അവൻ കഴിച്ച ഫുഡ് അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു, ഇതുപോലത്തെ ഫുഡ് ജന്മദിനം കഴിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞ് ഉമ്മയെ സാക്കുറയെ നോക്കുമ്പോൾ സാക്കുറ വല്ലാതിരിക്കുകയാണ്. അപ്പോഴെങ്കിൽ സാക്കുറ എടുത്ത് ഉമ്മയെ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റിയിടാ നിനക്ക്. അപ്പോഴാണെങ്കിൽ നീറെ പറയാണ്, അത് പിന്നെ ബോസ് ഞാൻ പറഞ്ഞു തരാം, അവന് ഒരുപാട് കുറ്റബോധമുണ്ട് എന്ന് നീറെ അവിടെ ബോസിനടുത്ത് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ സാക്കുറ പറയുന്നുണ്ട്, അതൊക്കെ നിന്റെ അടുത്ത് ഇവിടെ ആരെങ്കിലും പറയാൻ പറഞ്ഞോടാ. അപ്പൊ സാക്കുറയോട് പറയുന്നുണ്ട്, അദ്ദേഹം സത്യം തന്നെയാണ്, ആരെയും ഇൻവോൾവ് ആക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഉമ്മയെ സാക്കുറ അടുത്ത് പറയണ, എടാ സാക്കുറ ഒരു കാര്യം കേട്ടല്ലോടാ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അടി കൊണ്ട് താഴെ കിടന്നപ്പോ നിനക്കൊന്നും ചെയ്യാൻ പറ്റാതെ നീ ഒരു നിമിഷത്തേക്ക് പതിച്ചു പോയല്ലോടാ, അത് സത്യമാണോ. അപ്പോഴെങ്കിലും സാക്കുറ പറയുന്നുണ്ട്, എടാ കറക്റ്റായിട്ട് ഗസ് ചെയ്തല്ലോ, ഇതാരെങ്കിലും പറഞ്ഞാണോ. അപ്പോഴെങ്കിലും സാക്കുറ പറയുന്നുണ്ട്, അത് സത്യം തന്നെയാണ്, അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ, നിനക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്, അവൻ അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ട്, അവൻ ഇങ്ങനെ വീണു എന്ന് ആലോചിച്ചിട്ട് അതുകൊണ്ടാണ് നീ പതിച്ചു പോയത്, അതുകൊണ്ട് തന്നെ അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഫ്യൂറിലത്തെ പയ്യന്മാരെ ഇതുപോലത്തെ എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ എല്ലാവരും കട്ടിക്ക് നിൽക്കണം കേട്ടോ എന്ന് ഉമ്മമ്മി അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ എല്ലാവരും റെസ്റ്റോറൻറ്റ് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴെങ്കിൽ ഉമ്മമ്മി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നീ അവനെ കണ്ടോ, അവൻ ഒരു കാലത്ത് നമ്മളെ കാട്ടി ഭയങ്കര സ്ട്രോങ്ങറായി മാറും, അവനെ കാണുമ്പോഴേക്കും നിന്നെയാണ് ഓർമ്മ വരുന്നത് എന്ന് സാക്കുറയെ പറ്റി ഉമ്മമ്മിയെ പറയാണ്. അവിടുന്ന് കട്ടിയത് പാർക്കിൽ ആൻസിയും പിന്നെ നെഗറ്റീവ് ഇരിക്കുകയാണ്, കൂടെ സാക്കുറയുണ്ട്. ഇപ്പൊ അവിടെ മറ്റേ പെൺകുട്ടിയും കൂടെ വരികയാണ്. ആ ഒരു പെൺകുട്ടി അവിടെ വന്നിട്ട് നെഗറ്റീവിനെ കാണുമ്പോൾ തന്നെ കരയാൻ തുടങ്ങിയാണ്. അപ്പൊ ആൻസി പറയുന്നുണ്ട്, എല്ലാ കുറ്റം എന്റെ പേരിലാണ്. അപ്പോഴെങ്കിൽ മറ്റേ പെൺകുട്ടി പറഞ്ഞത്, നീ ഒന്നും മിണ്ടാതിരിക്കണം നീ എന്നും പറഞ്ഞ് ആ പെൺകുട്ടി സന്തോഷത്തോടെ കരയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് മിഷൻ സക്സസ്ഫുള്ളി ആയി എന്ന് പറഞ്ഞ് സാക്കുറ അവിടെ പോകാൻ നിൽക്കുമ്പോൾ മറ്റേ പെൺകുട്ടി സാക്കുറയെ വിളിച്ച് നിർത്തുകയാണ്. അല്ല നിന്റെ പേരെന്താണ്. അപ്പോഴെങ്കിൽ സാക്കുറ പറയുന്നുണ്ട്, എന്റെ പേര് സാക്കുറ എന്നാണ്. സാക്കുറ ടാങ്ക് ഉണ്ട് കേട്ടോ. അപ്പൊ സാക്കുറയ്ക്ക് നാണം വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുകയാണ് സാക്കുറ. അവിടെ വെച്ച് എപ്പിസോഡ് തീരുന്നുണ്ട്. പക്ഷേ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഇപ്പൊ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അപ്പൊ കീഴിലെ മെമ്പേഴ്സ് നിന്നും ഒരാൾ എണീറ്റ് വരികയാണ്. ഞാൻ വിചാരിച്ചു എന്റെ കൂടെ കൂട്ടാൻ പറ്റിയ അല്ലെങ്കിൽ എന്റെ ടീമിന്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടീം ഈ ഒരു കീഴിൽ എന്ന് പറഞ്ഞ ഈ നാറികളായിരിക്കും. പക്ഷെ അല്ല, ഇവന്മാര് എന്റെ മൊത്തം എക്സ്പെക്ടേഷൻസും വേസ്റ്റ് ആക്കി. എന്റെ എത്ര വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്റെ പ്രതീക്ഷനെ കാട്ടി ഏറ്റവും താഴെയുള്ള ഈ വൃത്തിയുടെ ടീം എന്റെ ടീമിലത്തേക്ക് വേണ്ടി എന്തായാലും പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ടീമിനകത്ത് നഴഞ്ഞു കയറിയത്. പക്ഷെ ഇവിടെയാണെങ്കിൽ അതിനെ കാട്ടി വെറും ശോകമാണല്ലോ. അതിരിക്കട്ടെ ആ ടീമിന്റെ പേരെന്തായിരുന്നു, ബൂഫറിനോ ഫ്യൂറിലത്തെ പയ്യന്മാരോ, എന്തായാലും അവർക്കുള്ള പണി ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും അത് തീർത്ത് കളയാം. ബൂഫറിനല്ലേ അഥവാ ഫ്യൂറിലത്തെ പയ്യന്മാരെ വേരോടെ പിഴുതൊടേണ്ട സമയം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ ജാക്കറ്റ് ഇടുമ്പം അവന്റെ കയ്യിൽ ഒരു ടാറ്റു കാണിക്കുകയാണ്. ഇവൻ വേറൊരു ഗ്യാങ്ങിലത്തെ ലീഡറാണ്.
അവിടെ വെച്ച് എപ്പിസോഡ് പൂർണ്ണമായിട്ട് എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇങ്ങോട്ടുള്ള വിൻഡ് ബ്രേക്കറിന്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നാളെ തൊട്ട് നമ്മൾ പുതിയൊരു അനിമി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അനിമയുടെ പേര് ഡെവിൽ മേ ക്രൈ എന്നാണ്. ആ ഒരു അനിമിക്കാകെ 8 എപ്പിസോഡ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 എപ്പിസോഡ് ഇട്ട് ഞാൻ അത് പെട്ടെന്ന് എൻഡ് ആക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.